ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണതാണ്. നോക്കിയോട്ടോ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ചിക്കൻ ബോളി എന്ന് പറയും, കെൻഡക് ചിക്കൻ ബോളി. അതൊരു പുതിയ ഐറ്റം കേട്ടോ. കെൻഡക് ചിക്കനൊക്കെ എല്ലാവരും ഉണ്ടാക്കാറ്. കെൻഡക് ചിക്കൻ ബോളി, കെൻഡക് ചിക്കൻ്റെ ഒക്കെ അടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കി ആദ്യമേ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി, ഇത് വേണ്ട ചില്ലി ചിക്കൻ്റെ മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്, ഇത്തിരി നാരങ്ങ നീര്. അത്രയും നമ്മൾ പുരട്ടി റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 15 മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടത് എല്ലാത്തിലും എടുക്കണ പോലെ നമ്മളിത് വേണ്ട കുറച്ച് ഒരു കോഴിമുട്ട, ഇത് കോഴിമുട്ടയും കുറച്ച് ചില്ലി പൗഡർ അതിനകത്തേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡറും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമ്മളിങ്ങനെ കലക്കി വെക്കണം. പിന്നെ ബ്രെഡ് പൊടിച്ചെടുക്കണം. ബ്രെഡ് റസ്ക് പൊടിയില്ലേ, അത് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തിട്ട് ഞാൻ പൊടിയായിട്ട് വാങ്ങിക്കാറില്ല. പൊടി വാങ്ങിച്ചാൽ അത് വല്ല പഴകിയതൊക്കെ ആയിരിക്കും. നമ്മൾ ബ്രെഡ് ബ്രെഡ് വാങ്ങിക്കുന്നത് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്താണ്. നമ്മൾ ഇതിനകത്തായിട്ട് ഈ റസ്റ്റ് ചെയ്യാൻ വെച്ചാണ് ഇതെടുത്ത് ഇതിനകത്ത് മുക്കിയിട്ട് നമ്മൾ ആദ്യമേ ഇതിൽ മുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബ്രെഡ് പൊടിയിലിട്ട് ചിക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ കെൻഡക് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. പക്ഷെ എൻ്റെ റെസിപ്പി കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് ചില്ലി ചിക്കൻ പൗഡർ ഇടാറില്ല. ഇത് ചില്ലി ചിക്കൻ പൗഡർ ഇടുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മൾ എണ്ണ അടപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ ഇത് ഇട്ട് കൊടുക്കണം. വറുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും. ഒരു ചെറിയ പീസായിരുന്നു, അത് വറുത്ത് വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. അങ്ങനെ എല്ലാം മറിച്ചിട്ട് എടുക്കണം. നല്ലതാണ്. നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കുപ്പൂസോ റോട്ടൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഒത്തിരി ഇങ്ങനെ ഇരിക്കും കേട്ടോ. എണ്ണ ശരിക്കും കളയണം. അത് നമ്മൾ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ചാൽ മതി. എണ്ണ ശരിക്കും ടിഷ്യൂ വലിച്ചോളും കേട്ടോ. എന്നിട്ട് കഴിക്കണം. എണ്ണ വലിഞ്ഞിട്ട് കഴിക്കാറ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാവും കേട്ടോ. നമ്മുടെ ബോഡിക്ക് കൊളസ്ട്രോൾ കൂടുതൽ. പിള്ളേർക്ക് കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ കൊടുത്തോളെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ മുക്കിയെടുക്കണം. മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ കണ്ട പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി കൊണ്ട് ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തന്നു കേട്ടോ. കെൻഡക് ചിക്കൻ ചെയ്യുന്ന പോലെ തന്നെയാട്ടെ, അതേപോലെയാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പം എൻ്റെ റെസിപ്പി ഇത്തിരി വ്യത്യാസമുണ്ട്. ഉണ്ടോ? കടകളിലൊക്കെ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് അജിനോമോട്ടൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കെമിക്കലൊന്നുമില്ലാതെ നാച്ചുറൽ സാധനം കഴിക്കാം. എല്ലാവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇത് കെൻഡക് ചിക്കൻ ബോളി എന്ന് പറയും കേട്ടോ. കെൻഡക് ചിക്കൻ ബോളി ഉണ്ടാക്കി കഴിക്കണം. എല്ലാവരും ചോറിലും കഴിക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി ശ്രമിക്കണം. അപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, ഇതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ബായ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അത് ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോയ്ക്ക്. എന്നെ കേൾക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഓക്കെ, ബായ്.